ക്ഷേത്ര വരുമാനത്തിൽ നിന്ന് സർക്കാർ ഒരു പൈസ പോലും എടുക്കുന്നില്ല എന്നതാണ്. എന്നാൽ ദേവസ്വം ബോർഡിന് സർക്കാർ പണം നൽകുന്നുവെന്നതുകൂടി കാണേണ്ടതായിട്ടുണ്ട്. ശബരിമലയെ സംബന്ധിച്ച രാഷ്ട്രീയ ചർച്ചകളിൽ എപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പോൾ അത്ര കേൾക്കുന്നില്ല. നേരത്തെ അക്കാര്യം സജീവമായി ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. ചർച്ച ഉയർത്തിക്കൊണ്ടുവന്നത് ഹിന്ദു ഐക്യവേദി അടക്കമുള്ള സംഘപരിവാർ സംഘടനകളാണ്. BJPയും RSSും എല്ലാം ഇത് പറഞ്ഞുകൊണ്ടേയിരുന്നു. ടെലിവിഷൻ ചാനൽ ചർച്ചകൾക്കായി എത്തുന്ന BJPയുടെ വക്താക്കൾ ഇക്കാര്യം ആവർത്തിച്ച് പറയാറുമുണ്ട്. എന്നാൽ അടുത്ത കാലത്ത് ആ പ്രചാരം കുറഞ്ഞിട്ടുണ്ട്. ചില വസ്തുതകൾ സോഷ്യൽ മീഡിയയിലൂടെ തന്നെ പുറത്തു വന്ന സാഹചര്യത്തിലാണ്. എന്നാൽ ചില വാട്സപ്പ് സന്ദേശങ്ങളിൽ ഇപ്പോഴും കാണാം ഇക്കാര്യം. എന്താണ് പ്രശ്നം? ശബരിമലയിൽ ലഭിക്കുന്ന പണം, കാണിക്കയായി ലഭിക്കുന്ന പണം, അല്ലെങ്കിൽ ശബരിമലയിലെ വരവ്, അത് മുഴുവൻ കൊണ്ടുപോകുന്നത് സർക്കാരാണ്. ഇതാണ് സ്ഥിരം പറയുന്നത്. ശബരിമലയിൽ ഹിന്ദു ക്ഷേത്രങ്ങളിൽ കിട്ടുന്ന പൈസ പണം എങ്ങനെയാണ് സർക്കാർ എടുക്കുന്നത്? ക്രൈസ്തവ പള്ളികളിൽ നിന്ന് എടുക്കുന്നുണ്ടോ? മുസ്ലിം പള്ളികളിൽ നിന്ന് എടുക്കുന്നുണ്ടോ? ഈ ചോദ്യമാണ് ചോദിക്കുക. പ്രത്യക്ഷത്തിൽ കേട്ടാൽ ശരിയെന്ന് തോന്നും. എന്നാൽ എന്താണ് വസ്തുത? ആഗോള അയ്യപ്പ സംഗമത്തിൽ മുഖ്യമന്ത്രി അക്കാര്യം വ്യക്തമാക്കുന്നുണ്ട്. ദേവസ്വം ബോർഡിന് നൽകുന്ന തുകയെത്ര എന്ന കാര്യത്തിൽ ഒരു നയാ പൈസ പോലും ദേവസ്വം ബോർഡിൽ നിന്ന് സർക്കാർ എടുക്കുന്നില്ല എന്നുകൂടി പറയുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ വാക്കുകൾ കേൾക്കാം. ക്ഷേത്രങ്ങൾ വിശ്വാസികൾക്ക് വിട്ടുകൊടുക്കണമെന്ന് പറയുന്നവർ സർക്കാർ സഹായമില്ലാത്ത പഴയകാല ദുരവസ്ഥയിലേക്ക് ക്ഷേത്രങ്ങൾ തിരിച്ചു പോകണം, അത്തരമൊരു തിരിച്ചുപോക്കാണോ അവരാഗ്രഹിക്കുന്നത് എന്ന് അവരോട് തന്നെ തിരിച്ചു ചോദിക്കേണ്ടതായിട്ടുണ്ട്. ദേവസ്വം ബോർഡിൻ്റെ വരുമാനം സർക്കാർ കൈക്കലാക്കുന്നുവെന്ന വ്യാജ പ്രചരണം ചിലർ ബോധപൂർവം ഇപ്പോഴും നടത്തി വരുന്നുണ്ട്. ഇതെല്ലാം പലതവണ വിശദീകരിച്ച കാര്യമാണ്. നേരത്തെ ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുകയുണ്ടായി. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ക്ഷേത്ര വരുമാനത്തിൽ നിന്ന് സർക്കാർ ഒരു പൈസ പോലും എടുക്കുന്നില്ല എന്നതാണ്. എന്നാൽ ദേവസ്വം ബോർഡിന് സർക്കാർ പണം നൽകുന്നുവെന്നതുകൂടി കാണേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് താരതമ്യേന തുച്ഛ വരുമാനം മാത്രമുള്ള എത്രയോ ക്ഷേത്രങ്ങളിൽ ഇന്നും അന്ത്യത്തിരി തെളിയുന്നത്. അവിടങ്ങളിലെ ക്ഷേത്ര ജീവനക്കാർ പട്ടിണിയിലാകാത്തത്, ശബരിമല മാസ്റ്റർ പ്ലാൻ പ്രവർത്തികൾ ആരംഭിച്ച 2011-2012 മുതൽ നാളിതുവരെ 148 കോടി 50 ലക്ഷം രൂപ വിവിധ വികസന പദ്ധതികൾക്കായി സർക്കാർ ചെലവഴിച്ചിട്ടുണ്ട്. ശബരിമലയുടെ ബേസ് ക്യാമ്പായ നിലക്കലിൻ്റെ ലേഔട്ട് പ്ലാനിന് 2020 തന്നെ സർക്കാർ അംഗീകാരം നൽകിയിരുന്നു. ശബരിമല മാസ്റ്റർ പ്ലാൻ ഉന്നതികാര സമിതിയുടെ പ്രവർത്തനത്തിലെ കാലതാമസം കാരണം ഫണ്ട് യഥാസമയം ചെലവഴിക്കാൻ കഴിയാത്ത സാഹചര്യം മുൻപുണ്ടായിരുന്നു. എന്നാൽ സർക്കാരിൻ്റെ നിരന്തരമായ ഇടപെടൽ മൂലം ശബരിമല മാസ്റ്റർ പ്ലാൻ പദ്ധതിയിൽ ഉൾപ്പെട്ട പ്രവൃത്തികളെല്ലാം തന്നെ വേഗത്തിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി സന്നിധാനത്തിൻ്റെയും പമ്പയിലെ ട്രക്ക് റൂട്ടിൻ്റെയും
ലേഔട്ട് പ്ലാനുകൾക്ക് സർക്കാർ കഴിഞ്ഞ ജനുവരിയിൽ അംഗീകാരം നൽകുകയുണ്ടായി. 2016-17 മുതൽ 2025 വരെ ദേവസ്വം സ്ഥാപനങ്ങളുടെ ആധുനികവൽക്കരണത്തിനും വികസനത്തിനുമായി 650 കോടിയോളം രൂപയാണ് സർക്കാർ അനുവദിച്ചത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് 145 കോടി രൂപ, കൊച്ചിൻ ദേവസ്വം ബോർഡിന് 26 കോടി രൂപ, മലബാർ ദേവസ്വം ബോർഡിന് 305 കോടി രൂപ, കൂടൽമാണിക്യം ദേവസ്വത്തിന് 4 കോടി രൂപ, ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡിന് 21 കോടി രൂപ, ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിന് 3.5 കോടി രൂപ, ഹിന്ദു ധർമ്മസ്ഥാപന ഭരണവകുപ്പിന് 28 കോടി രൂപ. ഇങ്ങനെയാണ് ദേവസ്വം ബോർഡുകൾക്കും അനുബന്ധ സ്ഥാപനങ്ങൾക്കും അനുവദിച്ച തുക. ഇതിനു പുറമെ ശബരിമല മാസ്റ്റർ പ്ലാൻ പദ്ധതിക്ക് 83,95,00,000 രൂപയും, ശബരിമല സാനിറ്റേഷൻ സൊസൈറ്റിക്ക് 22 കോടി രൂപയും, ഇടത്താവളം പദ്ധതികൾക്കായി 116 കോടി രൂപയും അനുവദിച്ചു. ശബരിമല ഉത്സവം നടത്തിപ്പിന് വേണ്ടി കഴിഞ്ഞ 4 വർഷങ്ങളിലായി 10 കോടിയിലധികം രൂപയാണ് അനുവദിച്ചത്. 2019-20 സാമ്പത്തിക വർഷത്തിൽ ഏകദേശം 100 കോടി രൂപ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലേക്കായി പ്രത്യേകമായി വകയിരുത്തിയിരുന്നു. 2016-17 മുതൽ 2019-20 വരെ എല്ലാ ദേവസ്വം ബോർഡുകൾക്കുമായി 351 കോടി രൂപ വിതരണം ചെയ്തു. ഇക്കഴിഞ്ഞ 4.5 വർഷത്തിലായി ദേവസ്വം ബോർഡുകൾക്കും അനുബന്ധ സ്ഥാപനങ്ങൾക്കുമായി 232 കോടി രൂപയാണ് അനുവദിച്ചത്. ഇങ്ങനെ സർക്കാർ അങ്ങോട്ട് കൊടുക്കുന്നത് കാണാതെയാണ് സർക്കാർ പണം കൊണ്ടുപോവുകയാണ് എന്ന് കള്ളപ്രചരണം അഴിച്ചുവിടുന്നത്.